ജെയ്സി ജെബിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് ബാംഗ്ലൂരാണ്, ഒരു ഉൾപ്രദേശത്തേക്ക് കടന്നു പോകാൻ തക്കണം ഇടയായിത്തീർന്നു. ആ സ്ഥലങ്ങളിലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് എടുത്തതാണ്. ഇവിടെ ധാരാളം പശുക്കളെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. പശു, ആട്, കോഴിയൊക്കെ ധാരാളം വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇതെല്ലാം കാണാൻ കഴിയുന്നത്. ആ വെള്ളങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും. കേരളത്തിലെ വെള്ളവും ഇവിടുത്തെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഇവിടെ പശുക്കൾക്ക് വൈക്കോലെല്ലാം വന്നിട്ട് അവർ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് റോൾ കണക്കിന് ചുറ്റിയാണ് യൂസ് ചെയ്യാനായിട്ട് എടുത്തു വെക്കുന്നത്. അത് വന്ന് കയറിൻ്റെ ബണ്ടിൽ എങ്ങനെയുണ്ടോ അതേപോലെ ഉണ്ട് അതിൻ്റെ ഇതെല്ലാം. അതേപോലെ തന്നെ ഇവിടെ നിറയെ കൃഷിഭൂമിയാണിത്. തെങ്ങുണ്ട്, അതേപോലെ പച്ചക്കറികൾ ധാരാളമായിട്ട് നടുന്ന ബീൻസ് നടുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ചീരകൾ നിറയെ നടുന്ന സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ മാവിൻ ചെടികൾ ധാരാളമുണ്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പശുക്കൾ നിന്നിട്ട് തീറ്റ തിന്നുന്ന സ്ഥലങ്ങൾ നോക്കൂ. പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ ഈ വെള്ളത്തെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെള്ളത്തെ ഒന്നുകൂടി എടുത്ത് കാണിക്കുന്നതാണ്. ആ വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ മനസ്സിലാവും കെട്ടിക്കിടക്കുന്ന ബാംഗ്ലൂരത്തെ വെള്ളം ഇങ്ങനെയുണ്ടെന്നുള്ളത്. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പ്രകൃതി രമണീയമാണ്. അതേപോലെ തന്നെ മാവിൻ ചെടി കൃഷിഭൂമികൾ ഉണ്ട്. നിറയെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ലോങ് ആയിട്ട് കാണുന്ന ഷീറ്റിട്ട ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗോഡൗൺ പോലെ കുറേ കെട്ടിയിട്ട് ഇങ്ങനെ വാടകയ്ക്ക് വിടുന്നതായിട്ടാണുള്ളത്. നിറയെ പശു, ആടിനെ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഒരു കേരളത്തിൻ്റെ ഒരു പോർഷൻ പോലെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ പശുവിനെല്ലാം തീറ്റ കൊടുക്കാനായിട്ട് പുല്ല് വളർത്തുന്നുണ്ട്. വിവിധ രീതിയിലുള്ള കൃഷികൾ അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ നിങ്ങളോട് എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മടിക്കരുത്. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിക്കണം. അപ്പോൾ എനിക്കും കൂടുതലായിട്ട് ഇൻസ്പിറേഷൻ ആവുകയും കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോ വന്നിട്ട് ഒത്തിരി ഇഷ്ടമാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കാണാനായിട്ടുള്ളത്. ബാംഗ്ലൂരും കേരളവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് ആ കാഴ്ചകളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബൈ ഗേസ്.